നമ്മുടെ പോലീസ് സിസ്റ്റം ഫെയിലായി പോകുന്ന കുറച്ച് സ്ഥലങ്ങൾ, അവർ വളരെ കാഷ്വലായിട്ട് എടുക്കുന്ന കുറച്ചധികം കേസുകൾ, അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ്. ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ കോണ്ടൻറ്റ്. കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ചിന്നു പാപ്പു, കാസർഗോഡ് ബേസ്ഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ് ക്രിയേറ്ററാണ് ചിന്നു പാപ്പുയുടെ മരണ വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞു. ഒരു സ്വയം ജീവനൊടുക്കി, ലൈഫിലെ പല പ്രോബ്ലംസ്, പല പ്രശ്നങ്ങൾ, അവരുടെ എന്തൊക്കെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചെന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് തന്നെ ചിന്നു പാപ്പു ഓൾറെഡി കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുള്ള ഒരു ലേഡി ആയിരുന്നു. റീസെൻ്റ്ലി അവർക്ക് ഡിവോഴ്സ് കിട്ടി. അവർ വേറൊരു സുഹൃത്തിൻ്റെ കൂടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. സോ അതൊക്കെ അന്ന് ന്യൂസിൻ്റെ ഭാഗമായിട്ട് വന്നതുമാണ്. നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞതുമാണ്. അപ്പോൾ എന്താണെങ്കിലും അന്ന് സുഹൃത്തിനെ പോലീസുകാർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിരന്തരം 1-2 ദിവസം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഫോണൊക്കെ എടുത്ത് വെച്ച് അതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്ത് ഈ ചിന്നു ബാപ്പുവിൻ്റെയും പ്ലസ് ഈ സന്ദേശ് എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്തിൻ്റെയും കൂടി ഫോണൊക്കെ എടുത്ത് വെച്ചാണ് ഇവർ ഇനി അങ്ങനെ എന്തെങ്കിലും ആത്മഹത്യാ പ്രേരണ ഉണ്ടോ ഇതിനകത്ത് എന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇന്ന് വരുന്ന വാർത്ത ആ പയ്യനും അവൻ്റെ ജീവനും അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അമ്പിളി, ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്കറിയാം, കാസർഗോഡ് ഈ ചിന്നുപ്പാപ്പു എന്ന് വിളിക്കുന്ന വ്ളോഗർ രേഷ്മ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്വന്തം താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ചത്. അതിനുശേഷം ഈ രേഷ്മയോടൊപ്പം താമസിച്ചിരുന്ന കൂട്ടുകാരനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കാസർഗോഡ് മന്നിപ്പാടി സ്വദേശി സന്ദേശ്, 20 വയസ്സ്. പിന്നീട് അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രേരണ കുറ്റമൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഈ രേഷ്മ മരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വലിയ ഒരു മാനസിക സംഘർഷത്തിലായിരുന്നു ഇയാൾ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കാണ് സ്വന്തം വീട്ടിലെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മൃതദേഹം ആസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉളിയത്തടുക്കയിലെ വാടക വീട്ടിലാണ് രേഷ്മയും ഈ സന്ദേശം ഒരുമിച്ച് താമസിച്ചിരുന്നത്. നേരത്തെ രേഷ്മ വിവാഹിതയായിരുന്നു, ഒരു കുട്ടിയുണ്ട്. അതിനുശേഷമാണ് ആ വിവാഹമോചനത്തിന് ശേഷമാണ് ഇപ്പോൾ സന്ദേശിനോട് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത്. ഈ പോലീസ് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു സന്ദേശ് ഈ രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട്. അന്ന് പോലീസ് കണ്ടെത്തിയത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇവർ തമ്മിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഒരുമിച്ച് ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ മാത്രമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. സന്ദേശിൻ്റെ ഫോണും രേഷ്മയുടെ ഫോണും ഒക്കെ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കടക്കം വിശദമായ അന്വേഷണത്തിന് വേണ്ടി അയച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ ഇനി ലഭ്യമാകുന്നതേ ഉള്ളൂ. പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തതിന് ശേഷം തന്നെ മാതാപിതാക്കളോടൊപ്പമാണ് സന്ദേശിനെ അന്ന് പറഞ്ഞയച്ചിരുന്നത്. കാരണം അന്ന് തന്നെ ഈ രേഷ്മ മരിച്ചതിലുള്ള ഒരു ദുഃഖം വലിയൊരു മാനസിക ആഘാതത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും വിശദമായി തന്നെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതായാലും ഇനി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തിയാകേണ്ടതുണ്ട്. ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോൾ ഈ കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ഒരു ഡാർക്ക് സൈഡ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ ഈ വിഷയത്തിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഈ പെൺകുട്ടി ഇത് ചെയ്തു, ഓക്കെ, അവർ സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയിട്ട് നിന്നൊരു ഫേസാണ്. സോഷ്യൽ മീഡിയ വഴിയാണ് അവരുടെ ഇൻകവും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തിരുന്നത്. സോ അതൊക്കെ ചുറ്റിപ്പറ്റി ലൈഫിൽ പല പ്രോബ്ലംസ് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ വരുവടെ. അപ്പം അതിൽ നിന്നൊക്കെ വന്ന ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ് പ്ലസ് ഫാമിലി, പിന്നെ ഇപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലാണെങ്കിൽ ആ പ്രശ്നങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് കോർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ജീവിക്കണമല്ലോ, ജീവിതം മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ തത്രപ്പാടിൽ വരുന്ന സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന റവന്യൂവിൻ്റെ കുറവോ അല്ലാന്നുണ്ടെങ്കിൽ അത് ബേസ്ഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസോ അങ്ങനെയൊക്കെ വരും ഇതിനകത്ത്, ഓക്കെ. പിന്നെ ഈ പയ്യൻ ഓൾറെഡി, ഇപ്പോൾ ഞാൻ ഇതിലൊരു സിസ്റ്റം വളരെ മോശമാണെന്ന് പറയാൻ കാരണം എന്താ പറയുക, നമുക്കറിയാം ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാലോ അല്ലെങ്കിൽ ഒരാളെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കാൻ പോലീസുകാർ വിളിച്ചാലൊക്കെ ചെയ്യാൻ പോണ പരിപാടി അല്ലെങ്കിൽ ചോദിക്കാൻ പോണ ചോദ്യങ്ങൾ ഏത് രീതിക്കാന്നുള്ളത്. ഓൾറെഡി ഡിപ്രസ്ഡ് സ്റ്റേജിൽ, ഓക്കെ, ലൈഫ് പാർട്ട്ണർ പോയി നിൽക്കുന്നൊരു വ്യക്തി, ആ വ്യക്തിയെ വിളിച്ചിട്ട് കൂടുതലുള്ള ചോദ്യം ചെയ്യലിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിലൊക്കെ ഇയാളെ സംശയിച്ചിട്ടുണ്ട് പോലീസ് ഡെഫിനറ്റ്ലി, ഓക്കെ. പോലീസുകാർ സംശയിച്ചത് കൊണ്ട് തന്നെയാണ് അയാളെ വിളിച്ച് 1-2 ദിവസമായിട്ട് ചോദ്യം ചെയ്തിരുന്നത്. സോ ഓൾറെഡി ലൈഫിൽ അത്രയും വേണ്ടപ്പെട്ട ഒരാൾ ഈ ഒരു അവസ്ഥയിൽ പോയി നിൽക്കുന്നൊരു ടൈം, പ്ലസ് പോലീസുകാരുടെ ഈ ഇമ്മൻസ് പ്രഷറിലുള്ള ചോദ്യം ചെയ്യൽ എല്ലാം കൂടി ആയപ്പോൾ അയാളെ
ലൈഫിൻ്റെ താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കാണണം. ഇഫ് ദാറ്റ് കേസ് ഞാൻ ചോദിക്കുന്നത്, സിസ്റ്റമാറ്റിക്കായിട്ട് ഈ സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചു പോവുകയാണ്. ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, അയാളുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് തിരിച്ചറിയുക. അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയാണല്ലോ, ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവ്, അല്ലെങ്കിൽ കാമുകനെ നഷ്ടപ്പെട്ട കാമുകി, അല്ലെങ്കിൽ കാമുകിയെ നഷ്ടപ്പെട്ട കാമുകൻ, അങ്ങനെ 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 ഈ സംശയം ആരിലേക്കും ചെല്ലാം. ബട്ട് ഒരാളെ നഷ്ടപ്പെട്ട് നിൽക്കുന്നൊരു വേദനയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് സ്റ്റേജിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് ഇങ്ങനത്തെ ചോദ്യം ചെയ്യലുകളോ അല്ലെങ്കിൽ ബാക്കി പരിപാടിക്ക് പോകുമ്പോൾ അയാളുടെ ഒരു മെൻറ്റൽ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ മോണിറ്റർ ചെയ്തിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡോക്ടർ ഇയാൾ എങ്ങനെ ഇനി ബിഹേവ് ചെയ്യും, ഈ ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ ഈ വിഷയങ്ങളോ കാരണം ഇയാൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ, ഇയാൾക്ക് ഇത് എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സംഗതി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇനി ഫ്യൂച്ചറിലെങ്കിലും പല കേസുകളിലും അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് റിയാലിറ്റിയിൽ എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യം. കാരണം എനിക്കറിയുന്ന ഒരു ഇവിടുത്തെ സിസ്റ്റം വെച്ച്, ഇവിടുത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കലോ ഒക്കെ ഇവനെ പ്രതിയാക്കണം എന്നുള്ള മൂഡിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് തന്നെ സ്വയം തോന്നിപ്പോവും, എന്തായാലും അപ്പുറത്ത് എനിക്ക് വേണ്ടപ്പെട്ട ആൾ പോയി. ഇനിയിപ്പോൾ അവർ തമ്മിലുള്ളൊരു ഒരു തല്ലും പിടീൻ്റെ മുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്തർക്കത്തിൻ്റെ മുകളിലോ ചെയ്തതോ എന്തോ ആയിക്കോട്ടെ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും റീസൺ അതിന് പോയി നിൽക്കുന്ന സമയത്ത് വിളിച്ചിട്ട് ഇത് എൻ്റെ തലയിലിട്ട് തരുമോ എന്നുള്ള പേടിക്കും ചിലപ്പോൾ ഒരാൾ ചെയ്തു പോകണം. അങ്ങനെയാവോ ഈ സംഗതി. എന്താണെങ്കിലും ആ വ്യക്തി പോയി. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ആ ഒരു സംഗതി ഉണ്ട്, അതായത് റീലല്ല റിയാലിറ്റി എന്നുള്ളതും ഈ പറഞ്ഞ റീലിൽ എന്ത് കാണിക്കണം വേണ്ട എന്നുള്ളത് സ്വയം തിരഞ്ഞെടുക്കുക എന്നുള്ളതൊക്കെ അതൊക്കെ വളരെ എന്താ പറയുക, ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ എന്താ ഒരു ഇതാണ്. ലൈഫ് നമുക്ക് മുന്നോട്ട് പോകണം, ഇതിന്ന് ബ്രെഡ് ആൻഡ് ബട്ടർ മേടിച്ചിട്ട് പോകണം, ഇതിന്ന് കാശുണ്ടാക്കണം, അല്ലെങ്കിൽ ഇതിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പ്രൈവസി വെക്കേണ്ടി വരും. ഓക്കെ, അതില്ലാത്തടത്തോളം കാലം സീനാണ്. അപ്പോൾ എന്താണെങ്കിലും ആ പയ്യൻ അങ്ങനെ പോയി. അപ്പോൾ എനിക്ക് ഈ സംഗതി ഞാൻ പറഞ്ഞുള്ളൂ, എനിക്ക് ഈ പോലീസിൻ്റെ ഇൻട്രോഗേഷൻ പരിപാടികളിൽ ചെറിയൊരു ഡൗട്ട് തോന്നി. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. ഓക്കെ, ആ വീഡിയോ എൻ്റെ പ്രൊഫൈലിൽ കുറച്ച് മണിക്കൂറുകൾ നേരം മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും. 16 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ വന്ന കൊറിയൻ കണക്ഷൻ കാരണം വീടിനടുത്ത് കുറച്ച് മീറ്ററുകൾ അപ്പുറത്തുള്ള ഒരു കുളത്തിൽ പോയിട്ട് സ്വയം ജീവൻ ഒടുക്കി. അതായത് ഇൻസ്റ്റാഗ്രാം വഴി കിട്ടിയ കൊറിയൻ ബന്ധം, ആ ബന്ധത്തിലുണ്ടായിരുന്ന വ്യക്തിയുടെ മരണ വാർത്ത ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. ഈ കുട്ടിയും പോയിട്ട് സ്വയം ആത്മഹത്യ ചെയ്തു. ഞാനാകെ അന്ന് ആ ന്യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര സംശയങ്ങളായിരുന്നു. എന്താ അങ്ങനെ കൊറിയനാ? ഇവിടെ K-pop കൾച്ചർ അല്ലെങ്കിൽ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. BTSനൊക്കെ ഇഷ്ടംപോലെ ഫാൻ ബേസ് ഉണ്ട് ഇവിടെ. കൊറിയൻ കൾച്ചർ ഇപ്പോൾ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി ഡ്രസ്സിങ്ങിലാണെങ്കിലും ഈ ഹീറ്റിംഗ് ഹാബിറ്റ്സിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാത്തിനും, ഈവൻ മേക്കപ്പിനും ഒക്കെ ആളുകൾ ഇത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നൊരു ജെൻസി ക്രൗഡ് ഇവിടെ ഉള്ളതാണ്. അപ്പം അങ്ങനത്തെ കാലഘട്ടത്തിൽ ഇത് ഒരു ഡയറക്റ്റ് ഒരു കൊറിയക്കാരനായിട്ട് ഇങ്ങനെ ലിങ്ക് വന്ന് ഇൻസ്റ്റാഗ്രാം വഴി അതിലൂടെ ഒരു ബന്ധം വന്ന് അതിലൂടെ അയാളുടെ മരണവാർത്ത അറിയുമ്പോൾ ഇപ്പുറത്തെ ഒരു കുട്ടി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് പോയിട്ട് സ്വയം ലൈഫ് അവസാനിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എവിടേക്കോ ഐ വാസ് വെരി ക്യൂരിയസ്, സസ്പീഷ്യസ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിത് വീഡിയോ ചെയ്തു. ആ കുട്ടിയുടെ ഒരു അവസാനം എഴുതി വെച്ചൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, അത് വെച്ച് കഴിഞ്ഞാലാണ് ഈ വീഡിയോ പോകണമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഈ വീഡിയോനകത്ത് വെക്കുന്നില്ല. അത് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഗെയിൻ ഞാനത് പറയുകയാണ്. ആ ഒരു കുട്ടി എഴുതി വെച്ച അവസാനത്തെ വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുണ്ട് ആ കുട്ടി പാരൻസിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നൊക്കെ ഏറ്റുവാങ്ങിയ ഒരു റിജക്ഷൻ എത്രത്തോളമാണെന്നുള്ളത്. ഒന്നിനും പറ്റാത്ത കഴിവ് കെട്ടവൾ എന്ന് പറഞ്ഞ് സൈഡ് ലൈൻ ചെയ്ത ഒരു കുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു താങ്ങും തണലുമായിട്ട് ഒരാളെ കിട്ടുകയാണ്. ദാറ്റ്സ് എ കൊറിയക്കാരൻ.
മനസ്സിലായോ? അപ്പം ഞാനിങ്ങനെ കുറേ ആലോചിച്ചു, ഒരു പാർട്ടി ഈസ് ദെയർ, പാരൻസ് ആണെങ്കിലും ബാക്കി സൊസൈറ്റിയിലുള്ള ആ കുട്ടി ബന്ധപ്പെടുന്ന സംസാരിക്കുന്ന ആ കുട്ടിയുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരൊക്കെ ഒരു റിജക്ഷൻ ഫേസിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയി. ആ കുട്ടി കംപ്ലീറ്റ്ലി എല്ലാവരിൽ നിന്നും ഭയങ്കര ഇഗ്നോർഡായിട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് ആ കുട്ടിയുടെ ലൈഫ് മാറി. ആ കുട്ടിയുടെ പെയിനും ഒന്നും ആരും മനസ്സിലാക്കിയില്ല എന്നുള്ളൊരു ഫേസിൽ നിൽക്കുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള എവിടെയോ കിടക്കുന്നൊരു കൊറിയൻ ക്യാരക്ടർ കയറി വരുന്നത്. അപ്പോൾ അത് ആ കുട്ടിയുടെ അവസ്ഥ മുതലെടുത്ത് ഏതെങ്കിലും നാടൻ കൊറിയക്കാരൻ കയറി വന്നതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത് ബ്ലാക്ക് വെനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് നമ്മുടെ പോലീസ് സംശയിക്കുന്നു. നമ്മുടെ പോലീസിൻ്റെ അവസ്ഥയ്ക്ക് തന്നെ കേട്ടോ വീണ്ടും കാര്യങ്ങൾ പറഞ്ഞെത്തുന്നത്. എറണാകുളം ചോറ്റാനിക്കരയിൽ 16 ജീവനൊടുക്കിയ സംഭവത്തിൽ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ വിവരങ്ങളിൽ ദുരൂഹത സംശയിച്ച പോലീസ്. ആത്മഹത്യ ചെയ്ത പെൺകുട്ടി പിന്തുടർന്നിരുന്ന ബ്ലാക്ക് വെനം എന്ന അക്കൗണ്ടിലെ ഫോളോവേഴ്സ് എല്ലാം അപ്രത്യക്ഷമായതാണ് പോലീസിന് സംശയമുണ്ടാക്കിയിരിക്കുന്നത്. കുട്ടിയുടെ ഫോണിന്റെ ഫോറൻസിക് പരിശോധനയിലൂടെ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രമം. ആത്മഹത്യ ചെയ്ത 16-കാരിയുടെ ഫോണിന്റെ പ്രാഥമിക പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് കിട്ടിയത്. പെൺകുട്ടി സ്കൂളിൽ ഫോൺ കൊണ്ടുവരാറുണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്തിരിക്കുന്നത് 8 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ. ഈ അക്കൗണ്ടുകൾ മരിച്ച ആദിത്യയുടേത് മാത്രമല്ല, സഹപാഠികളിൽ ചിലരുടേതുമാകാമെന്നാണ് പോലീസ് നിഗമനം. എല്ലാ അക്കൗണ്ടുകളും പിന്തുടർന്നിരുന്ന ഇൻസ്റ്റാ പേജിന്റെ പേര് ബ്ലാക്ക് വെനം. നിരവധി കൊറിയൻ മോഡലുകളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്ന ഇൻസ്റ്റാ അക്കൗണ്ടാണിത്. 30-ലേറെ പേർ പിന്തുടർന്നിരുന്നതാണ് ഈ അക്കൗണ്ട്. എന്നാൽ ആദിത്യയുടെ മരണശേഷം ബ്ലാക്ക് വെനം പേജിനെ പിന്തുടർന്നവരെല്ലാം ഈ പേജിനെ അൺഫോളോ ചെയ്തു. ഇതിനു പിന്നിലെ കാരണമെന്തെന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. ബ്ലാക്ക് വെനം പേജിന് പിന്നിൽ യഥാർത്ഥത്തിൽ കൊറിയക്കാരെങ്കിലും ഉണ്ടോ, അതല്ല കൊറിയൻ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള വ്യാജനാണോ എന്ന സംശയമാണ് ബലപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്ത് മരിച്ചതിൽ മനം നൊന്താണ് ജീവൻ ഒടുക്കിയതെന്നായിരുന്നു ആദിത്യയുടെ ആത്മഹത്യാക്കുറിപ്പ്. ബ്ലാക്ക് വെനം പേജിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ശ്രമം. ഈ ശ്രമം വിജയിച്ചാൽ ആദിത്യയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകുമെന്നും അന്വേഷണ സംഘം കരുതുന്നു. അതായത് നമ്മുടെ ഇവിടുത്തെ സൈബർ സിസ്റ്റം അതിൻ്റെ പോരായ്മ. കാരണം ഈ കുട്ടി മരണപ്പെട്ട് ഇന്നേക്ക് എത്ര ദിവസമായി, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴും ഇവർ ഈ ഒരു ബ്ലാക്ക് വെനം പേജും വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലാരാ, ഇതിൻ്റെ IP എവിടുന്ന, ഇതിൻ്റെ ഒറിജിൻ ഏതാ, ഇത് ആക്സസ് ചെയ്യുന്നത് ആരൊക്കെ, എവിടെ നിന്നൊക്കെ, ഏത് ഫോണിൽ നിന്ന്, ഇങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഇനി ഇവർക്ക് സമയം പിടിക്കുമായിരിക്കും. അത് ഇതൊക്കെ പോട്ടെ, അറ്റ്ലീസ്റ്റ് അതിനുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം ഞാൻ ഈ ബ്ലാക്ക് വെനം പേജിൽ കയറി നോക്കുമ്പോൾ നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാവുന്ന, അതായത് അതിൽ ലൈക്ക് ചെയ്തത് ആരൊക്കെ, അത് ഫോളോ ചെയ്യുന്നത് ആരൊക്കെ, അതില്ലെങ്കിൽ അതിൻ്റെ മെൻഷൻസിൽ വന്നത് ആരൊക്കെ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്താലും ചിലപ്പോൾ 1-2 ലിങ്കുകൾ നമുക്ക് കിട്ടാം. അതൊക്കെ ഇവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ? ഇനിയിപ്പോൾ എന്താണെങ്കിലും ഫോൺ ഫോറൻസിക് കൊടുത്തതായതുകൊണ്ട് ആ കുട്ടിയുടെ അക്കൗണ്ടിനകത്ത് 8 ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലോഗിനൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ചിലപ്പോൾ എന്താ പറയുക, ഈ കൾച്ചർ ഉണ്ടല്ലോ, ഈ കൊറിയൻ കൾച്ചർ, ഇത് ശരിക്കും ഒരു ഗ്യാങ് അഡിക്ഷൻ പോലെയും വരുന്നൊരു പരിപാടിയാണ്. ഓക്കെ, ഈ K-pop കൾച്ചർ ഒരു ഗ്ലോബൽ ഫിനോമിനയാണ്. കൂട്ടത്തിൽ തന്നെ ഇത് ഗ്ലോബൽ ഫിനോമിന എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതെപ്പോഴും എന്താ പറയുക, ഒരു ഗ്യാങ് ഓഫ് ആളുകൾ, അതായത് എപ്പോഴും ഇത് ഒരേ സ്ഥലത്ത് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകളാവണമെന്നില്ല. ഇവർ സോഷ്യൽ മീഡിയ വഴി കണ്ട് സംസാരിച്ച് ഗ്രൂപ്പായി അങ്ങനെ ഒരു ഗ്യാങ് ഫോം ചെയ്തിട്ട് അങ്ങനെ ആ ഒരു കൾച്ചർ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നവരൊക്കെ അങ്ങനെ ഒരു ഗ്യാങ് ആയിരിക്കാം. അപ്പോൾ പലരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു പേജ് ചിലപ്പോൾ ഇവരെല്ലാവരും കൂടി ഹാൻഡിൽ ചെയ്യുന്നൊരു പേജായിരിക്കും. മനസ്സിലായി? ഇതിനകത്ത് ചിലപ്പോൾ കൊറിയക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നാടൻ കൊറിയക്കാരൻ കയറി കൂടിക്കാണും, അല്ലെങ്കിൽ അവനായിരിക്കും അത് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ട് തോന്നി. ആ പേജ് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് സാധാരണക്കാർക്കൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റുന്നില്ല. നമ്മളെപ്പോലുള്ളവർക്ക് ഇപ്പോൾ ആ പേജ് കയറാൻ, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ലൈക്സ് ചെയ്തതിലോ അല്ലെങ്കിൽ മെൻഷൻ ചെയ്തതിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് പോകാമെന്നല്ലാതെ ഇതൊക്കെ ഈ ഫോറൻസിക് കൊടുത്ത് ഇത് എന്ന് വന്ന് ഇത് മെറ്റയിലേക്ക് ഇവിടുന്ന് റിക്വസ്റ്റ് കൊടുത്ത് അതിൻ്റെ ലോഗിൻസ് എടുത്ത് ഇതാരായി എവിടുന്നാന്നൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് കേസും പോവും, പിന്നെ വീട്ടുകാർക്കും ഇതിനോടൊരു താല്പര്യമില്ലാത്ത അവസ്ഥയാവും. കാരണം ഇതൊക്കെ എന്താ പറയുക, സ്പോട്ടിൽ ഇതേപോലെ ദുരൂഹ സാഹചര്യത്തിലൊരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർനാഷണൽ കൊറിയൻ
ബന്ധം എന്നൊക്കെ പറഞ്ഞ് 2 ദിവസം ന്യൂസായി വന്നിട്ട് പോണതല്ല. യഥാർത്ഥം എന്താണെന്നുള്ളത് ആളുകളിലേക്ക് എത്തണ്ടേ? ഇനി ഇതിൻ്റെ പേരിൽ ഈ കൊറിയൻ കൾച്ചർ അല്ലെങ്കിൽ ഈ കൾച്ചർ എന്നുള്ള പേരിൽ കുട്ടികളിലേക്ക് ഇതേപോലെ മാനിപ്പുലേറ്റഡായിട്ട് ഒരു കൊറിയൻ ഇമേജൊക്കെ ഉണ്ടാക്കി ഇവിടുത്തെ നാടൻ കൊറിയക്കാർ കയറി കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കുട്ടികളെ വഴി തെറ്റിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവരെ മിസ്ലീഡ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതൊക്കെ എത്രയും പെട്ടെന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് പൊതുജനത്തിനെ അറിയിച്ച് പാരൻസിനെ അവെയർ ചെയ്ത് കുട്ടികളിലേക്ക് അവയർനെസ് കൊടുത്ത് അങ്ങനെ അതിലൊരു വലിയ മാറ്റം കൊണ്ടുവരണം. ഇതിപ്പോൾ ഈ കുട്ടിയും പോയി, ഇപ്പോഴും ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പിന്നാലെയും പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് കേട്ട ന്യൂസ് എനിക്ക് ആ കോമഡിയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. മലപ്പുറത്ത് നിന്നിപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു ലേഡി തൊണ്ടി മുതൽ വിഴുങ്ങി, സ്വർണ്ണമാലയും മറ്റേ ചെവിയിലിടുന്ന കമ്മലും. ഇതെന്ന് പുറത്ത് ബാത്റൂമിൽ പോവും എന്ന് പറഞ്ഞിട്ട് പ്രതി ഇടുന്ന അപ്പി നോക്കിയിരിക്കുകയാണ് പോലീസുകാർ. ഇവിടെ എന്തൊക്കെ കേസിൽ ഏതൊക്കെ രീതിയിൽ ശാസ്ത്രം മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും ഈ തൊണ്ടി മുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെപ്പോൾ ബാത്റൂമിൽ പോകും നോക്കിയിരുന്ന് ലാസ്റ്റ് എന്താ അറിയുമോ, ഒരു ബാത്റൂമിൽ പോയപ്പോൾ അത് ബാത്റൂമിലിട്ട് ഫ്ലഷ് പഠിച്ച്. അപ്പോൾ ഇവിടുത്തെ നാട്ടിലെ പോലീസുകാർക്ക് എന്തോടെ ഇത്, എനിക്ക് ഈ പോലീസ് സിസ്റ്റം തന്നെ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നിപ്പോൾ അത്രയും നേരം അവർ, ഇന്നിപ്പോൾ ന്യൂസിൽ ഞാൻ രാവിലെ മുതൽ കാണുന്നുണ്ട്, മലപ്പുറത്ത് ഇതിന് വെയിറ്റ് ചെയ്യാണ്, ഇവരപ്പിടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേരള പോലീസ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർ സാധനം ഇട്ട് ഫ്ലഷ് അടിച്ച് കളയുകയും ചെയ്തു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? എനിക്കൊക്കെ തോന്നുന്നത് ഇത് ഇവിടെ പല സ്റ്റേഷനിലും നടക്കുന്ന പരിപാടിയാണ്. ഈ പ്രതിയായ വ്യക്തിയോട് നല്ല നക്കാപ്പിച്ചിയും തരാമെന്ന് പറഞ്ഞിട്ട് 10-20 അവരെ സെറ്റിലാക്കും. അപ്പോൾ അവന് നല്ല വിലയാണല്ലോ. അത് ഫ്ലഷ് അടിച്ച് പോയി എന്ന് പ്രതി പറഞ്ഞു കഴിഞ്ഞാൽ പോയി, മനസ്സിലായില്ലേ? ഒരു കമ്മലും ഒരു മാലയും എടുത്ത് അത് വീതം വെച്ച്, നമ്മൾ എത്ര കണ്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ തൊണ്ടി മുതൽ വീതം വെച്ച് കൊണ്ടുപോയിട്ട് അടിച്ചു മാറ്റി എടുക്കുന്നത്. അതൊക്കെ സംശയിക്കേണ്ട അവസ്ഥയൊക്കെയാണ് കാര്യങ്ങൾ പോണത്. ആ രീതിയിലാണ് ന്യൂസുകൾ പുറത്തേക്ക് വരുന്നത്. ആ ന്യൂസ് വേണമെങ്കിൽ നിങ്ങൾ കേട്ടോ. കവർച്ചയ്ക്കിടെ യുവതി വിഴുങ്ങിയ സ്വർണ്ണമാല പുറത്തു വരാൻ പോലീസിന്റെ കാത്തിരിപ്പ് 4 ദിവസമായി തുടരുന്നു. ഇതിനിടെ ഒരു കമ്മൽ കൂടി പ്രതിയുടെ വയറ്റിലുണ്ടെന്ന് എക്സ്റേയിൽ കണ്ടെത്തി. പ്രതി പാലേമാട് കല്ലൻകുന്നിൽ സമീനയുടെ വയറ്റിലെ തൊണ്ടി മുതൽ പുറത്തെടുക്കാൻ വേണ്ടി ശസ്ത്രക്രിയ സാധ്യമാണോ എന്നിവരെ പോലീസ് ആരാഞ്ഞു. എന്നാൽ അസ്വസ്ഥതയില്ലാത്തിടത്തോളം ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാരുടെ നിലപാട്. നമ്മുടെ സിനിമയിൽ അരിസ്റ്റോ സുരേഷ് ഇരിക്കുന്നത് പോലെ ഒരു ഇരിപ്പ് ആ സ്ത്രീ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. പോലീസുകാർ കാത്തിരിക്കുകയാണ് എനിമയൊക്കെ കൊടുത്തിട്ട്. ഇത് പുറത്തു വരുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ്. വല്ലാത്ത ഗതികേടാണ് പോലീസുകാരുടെ. അതെ, തീർച്ചയായിട്ടും ആ ഗതികേടിന്റെ കൂടെയാണ് പുതിയൊരു കമ്മൽ കൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് എവിടെ നിന്നാണ് മോഷ്ടിച്ചത് എന്ന് ഈ യുവതി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അതിനെ പുതിയൊരു പ്രതിസന്ധി കൂടെ പോലീസിന് വന്നിരിക്കുകയാണ്. 4 ദിവസം മുമ്പാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും യുവതി കുട്ടിയുടെ മാല കൈക്കലാക്കുന്നത്. അതിനുശേഷം വിഴുങ്ങുകയായിരുന്നു. സംശയം തോന്നിയതിനെ തുടർന്ന് അവിടെ ഹോസ്പിറ്റലിലുണ്ടായിരുന്നവർ ഈ യുവതിയെ തടഞ്ഞു വെക്കുകയും പിന്നീട് പോലീസിന് കൈമാറുകയും ചെയ്തു. യുവതിയുടെ കയ്യിൽ നിന്നും മാല കണ്ടെത്താത്തതിനെ തുടർന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് വയറ്റിൽ നിന്നും മാല കണ്ടെത്തിയത്. അന്ന് തന്നെ വയറിളകുവാനുള്ള മരുന്നൊക്കെ നൽകിയിരുന്നു. പക്ഷേ മാല മാത്രം പുറത്തു വന്നില്ല. 4 ദിവസം ഇപ്പോൾ പിന്നിട്ടു. അതിനുശേഷം നിലമ്പൂരിലെ ആശുപത്രിയിൽ കാണിച്ചു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ 2 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് യുവതി ഉള്ളത്. യുവതിക്ക് ശാരീരികമായി മറ്റൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിൽ ശസ്ത്രക്രിയ നടത്തി ഈ മോഷ്ടിച്ച ഈ സ്വർണ്ണ തൊണ്ടിമുതലുകൾ പുറത്തെടുക്കുവാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ വയറ്റിൽ തന്നെയുണ്ട് ഈ സ്വർണ്ണ ആഭരണങ്ങൾ. അത് അടിത്തട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുവരെയും കാത്തിരിക്കുക എന്നതല്ലാതെ പോലീസിന് മുന്നിൽ വേറൊരു വഴിയുമില്ല. മലപ്പുറത്ത് മോഷ്ടാവായ സ്ത്രീ വിഴുങ്ങിയ സ്വർണ്ണമാലയ്ക്കായി കാത്തിരുന്ന പോലീസിന് തിരിച്ചടി. ശുചിമുറിയിൽ പോയപ്പോൾ പുറത്തു വന്ന മാല പോലീസുകാരെ കബളിപ്പിച്ച പ്രതി സമീന ക്ലോസറ്റിലിട്ടതോടെ തൊണ്ടി മുതൽ വീണ്ടെടുക്കൽ അവതാളത്തിലായി. സുഹൈൽ അഹമ്മദുണ്ട്. സുഹൈൽ, സ്കാനിങ്ങിൽ വ്യക്തമായിരുന്നു ഇവരുടെ ശരീരത്തിൽ ആ സ്വർണ്ണാഭരണം ഉണ്ടായെന്ന്. അതിനുവേണ്ടി പോലീസുകാരി, ഒരു വനിതാ പോലീസുകാരി ആശുപത്രിയിൽ കൂട്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ. അതെ ആദർശ്, കഴിഞ്ഞ 5-6 ദിവസമായി ഒരു മാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു നിലമ്പൂർ പോലീസ്. നിലമ്പൂരിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ കുഞ്ഞിനെ കാണിക്കാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിന്റെ മാല കുഞ്ഞിനെ ലാളിച്ച് കളിപ്പിച്ച് മോഷ്ടിച്ച് വിഴുങ്ങുകയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് നിലമ്പൂർ പോലീസ് ഇവര് മാല പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. അത് ഫലം കാണാതെ ആയപ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് ഇതിനു വേണ്ടി ഈ തൊണ്ടി മുതലിന് ദൃക്സാക്ഷികളാവാൻ വേണ്ടി പോലീസുകാർ കാത്തിരുന്ന നേരത്താണ്
ഈ മാല ശുചിമുറിയിൽ പോയപ്പോൾ പുറത്തു വന്നത്. പക്ഷെ അത് വീണ്ടെടുക്കാനുള്ള ശ്രമം തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പ്രതി സെമീനയുടെ ഇടപെടൽ. അവരാ മാല ഒഴുക്കിക്കളഞ്ഞു. ഇതോടുകൂടെ തൊണ്ടി മുതൽ വീണ്ടെടുക്കൽ അവതാളത്തിലായി. മാലയായിരുന്നു വിഴുങ്ങിയത്. അത് എക്സ്റേയിൽ പരിശോധിച്ച സമയത്ത് മറ്റൊരു സ്വർണ്ണക്കമ്മൽ കൂടെ വയറ്റിൽ കണ്ടിരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് സെമീനയുടെ ഒരു നാടകീയമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. കേട്ടല്ലോ, തൊണ്ടി മുതലിന് കാത്തിരുന്ന് ലാസ്റ്റ് തൊണ്ടി മുതൽ വന്നപ്പോൾ തൊണ്ടി മുതൽ ഫ്ലഷ് അടിച്ച് കളഞ്ഞു. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാതിരിക്കും. നിങ്ങൾ ഒന്ന് ആലോചിച്ചു. എനിക്ക് തോന്നിയത് അതാണ്. എല്ലാവരും കൂടി അത് മാറ്റി തൊണ്ടി മുതൽ അത് തീർത്ത് കൈ കൊടുത്ത്. അല്ലാതെ എന്ത് പറയാനത്. ഇത്രയും അഡ്വാൻസ്ഡ് മെഡിക്കൽ സിസ്റ്റമുള്ള നാടാണിത്. വയറ്റിനകത്ത് സ്കാൻ ചെയ്ത സമയത്ത് മാലയും ഈ പറഞ്ഞ കമ്മലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയൊക്കെ രീതിയിൽ എടുത്തിട്ട് പോരാ. എനിമ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പോരുപടി വയറ്റിനകത്ത് ഇപ്പോൾ സൂന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി കുടൽ വരെ പുറത്ത് വരും. മര്യാദയ്ക്ക് എനിമ കൊടുത്താൽ 4 ദിവസം വെയിറ്റ് ചെയ്തു. നല്ല ബിരിയാണിയും മറ്റേ പൊറാട്ടയും ബീഫൊക്കെ മേടിച്ചു കൊടുത്ത് തീറ്റിച്ചിട്ടേ അതിൻ്റെ ഒപ്പം പോരുന്ന് വിചാരിച്ചു കുട്ടി പിടിച്ചിട്ട്. കോമൺ സെൻസിലൊരു ഇത് ഈ പറയുന്ന സാധനങ്ങൾ കണക്റ്റ് ആവുന്നില്ല. അതുപോലെയാണ് ഇപ്പോൾ ഈ കൊറിയൻ കഥയാണെന്നുണ്ടെങ്കിലൊക്കെ. ഒന്നും അന്വേഷിക്കാനുള്ള അന്വേഷിക്കണ്ട. ആ സമയത്ത് എന്താ 4 ആളെ വണ്ടിയിൽ പോകുമ്പോൾ ആ നിയമലംഘനം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചെക്കന്മാരെയും രാത്രി പുറത്തിറങ്ങുന്നവരെയൊക്കെ നെഞ്ചത്ത് കയറി ബോയ് എന്ന് പറഞ്ഞ് 4 ഒച്ചയും കൂടി ഉണ്ടാക്കി രാത്രിക്ക് അടിച്ച് അതിനൊക്കെ നടക്കും. അല്ലാതെ ഇങ്ങനത്തെയൊക്കെ കേസുകൾ തെളിയിക്കാനോ ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇങ്ങനത്തെ പരിപാടികൾ പെട്ടെന്ന് സെറ്റിൽ ചെയ്ത് വിടാനോ അതൊന്നുമില്ല. അതിനെക്കൊണ്ടൊന്നും നമുക്കൊന്നും പറ്റില്ല എന്നാണ് കേരള പോലീസിലെ ചില സാറുമാരുടെ അവസ്ഥ. കൊള്ളാം. എന്താണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടപ്പോൾ കുറച്ച് സാധനങ്ങൾ പറയണമെന്ന് തോന്നി. ഓക്കെ.